أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ ആക്കുമെന്ന്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവരുടെ ജീവിതവും മരണവും തുല്യമാണ്. സൂറത്തുൽ ജാസിയ 21-ാം സൂക്തം. കുത്തുബുസ്സമാൻ മമ്പുറം തങ്ങൾ യമനിലെ ഹദർമൗത്തിൽ നിന്ന് ഹിജറ 1183 മലബാറിലെത്തി. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന സംരംഭങ്ങൾക്ക് ആത്മീയമായ പങ്ക് വഹിച്ച കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഏറുവാടി, നാഗൂർ, മുത്തുപ്പേട്ട തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രസിദ്ധങ്ങളായ മക്ബറകളും അജ്മീർ, നിസാമുദ്ദീൻ ഔലിയ, ബറേലി ഷരീഫ് തുടങ്ങിയ ഉത്തരേന്ത്യയിലെ പുണ്യമസാറുകളും മുസ്ലിം ഇന്ത്യയുടെ മാറ്റി നിർത്താനാവാത്ത ഘടകങ്ങളാണ്. കേരളത്തിൽ മാത്രമേ പസാറുകളുള്ളൂ എന്ന് ചില അല്പജ്ഞാനികൾ വിളിച്ചു കൂവാറുണ്ട്. എത്രത്തോളം ശുഷ്കമാണ് ആ പാവങ്ങളുടെ ലോകവിവരം! ഇസ്ലാമിക ലോകത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിയുന്ന ഏതൊരു വ്യക്തിയും ഈ വിഡ്ഢിത്തം കേട്ടാൽ പൊട്ടിച്ചിരിച്ചു പോകും. ആത്മീയ ലോകത്തെ സൂര്യ തേജസ്സായ കുത്തുബുൽ അഖ്താബ് അഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മക്ബറയാണ് ഇത്. ബഗ്ദാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരാളായ 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമുള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാണ് ഇത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما الذين آمنوا وعملوا الصالحات فهم في روضة يحبرون وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحي من الميت ويخرج الميت من الحي يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون ومن آياته أن خلق لكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم
مودة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون وله من في السماوات والأرض كل له قانتون وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم. മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നതും അവക്ക് മുകളിൽ വലിയ കുബ്ബകൾ സ്ഥാപിച്ചിരിക്കുന്നതും കാണാം. അവരോടുള്ള ബഹുമാനാർത്ഥമാണിത്. ചില ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഖബർ കെട്ടിപ്പൊക്കൽ അനിസ്ലാമികമെന്ന് വാദിക്കുന്നവരെ നാം പലപ്പോഴും കണ്ടുമുട്ടലുണ്ട്. ലോക മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച മഹോന്നതരായ നേതാക്കളുടെ അന്ത്യവിശ്രമസ്ഥാനങ്ങൾ അർഹിക്കും വിധത്തിൽ പരിചരിക്കുന്നത് ഇവരുടെ ഇടുങ്ങിയ മനസ്സുകൾക്ക് അംഗീകരിക്കാനാവുന്നില്ല. ഇത്തരം നവീനവാദക്കാർ ഇസ്ലാമിക ലോകത്തെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളെയും അവരുടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താക്കുകയാണ്. എന്ത് കടുത്തൊരപരാധമാണിത്! ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഹദീസുകളുടെ നിജസ്ഥിതി നാം അറിയേണ്ടതുണ്ട്. ഇനി നമുക്കതിലേക്ക് തിരിയാം. അബൂ ഹയ്യാജുൽ അസദി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ നിയോഗിക്കുന്നു. നീ ഒരു പ്രതിമയും നശിപ്പിക്കാതെ വിടരുത്, ഒരു ഉയർത്തപ്പെട്ട ഖബറും നിരപ്പാക്കാതെയും പോകരുത്. മുസ്ലിം കിതാബുൽ ജനായിസ്. അമ്പിയാക്കളുടെയോ ഔലിയാക്കളുടെയോ ഖബറുകളെക്കുറിച്ചല്ല, മറിച്ച് കാഫറുകളുടെ ഖബറുകളെ പറ്റിയാണ് ഈ കൽപ്പന ഉണ്ടായത്. ഹദീസിലെ വാചകം ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ഉയർത്തപ്പെട്ട ഖബറും നിരപ്പാക്കാതെ പോകരുത് എന്നാണ് ഹദീസിലുള്ളത്. നിരപ്പാക്കുക എന്നാൽ ഭൂമിയോട് സമമാക്കുക എന്നാണ് അർത്ഥം. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് മുസ്ലിങ്ങളുടെ ഖബറല്ല എന്ന് ഈ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.
കാരണം മുസ്ലിമിൻ്റെ ഖബർ നിരപ്പാക്കി ഭൂമിയോട് സമപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് അവ ഭൂമിയിൽ നിന്നും ഒരു ചാൺ ഉയർത്തപ്പെടണം. മുസ്ലിമിൻ്റെ ഖബറായിരുന്നെങ്കിൽ ഒരു ചാണിന് മുകളിലുള്ള ഉയർച്ച ഇല്ലാതാക്കാനായിരുന്നു കൽപ്പന വരേണ്ടിയിരുന്നത്. നിരപ്പാക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ പരാമർശിക്കപ്പെട്ടത് കാഫിറുകളുടെ ഖബറാണെന്ന് ബോധ്യമായി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബറിന് കുമ്മായം തേക്കലും അതിന്മേൽ ഇരിക്കലും അതിന്മേൽ കെട്ടിടം പണിയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു. മുസ്ലിം കിതാബുൽ ജനായിസ്. സാധാരണക്കാരൻ്റെ ഖബറുകളെക്കുറിച്ചാണ് ഈ പ്രവാചക അധ്യാപനം. കാരണം സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ മഹാന്മാരുടെ ഖബറുകൾ ഉയർത്തപ്പെട്ടതും തിരുനബിയുടെ ഖബറിന് മുകളിൽ എടുപ്പുണ്ടാക്കിയതും ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് എല്ലാ ഖബറുകൾക്കും ബാധകമായിരുന്നെങ്കിൽ സ്വഹാബത്ത് അങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലുമില്ല. ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ മഹാന്മാരുടെ ഖബറും സാധാരണക്കാരുടെ ഖബറും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഹദീസിലെവിടെയും പറഞ്ഞിട്ടുമില്ല. ദുർവ്യാഖ്യാനങ്ങളും വാചക കസർത്തും കൊണ്ടാണ് പുത്തൻവാദികൾ ഹദീസുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ദുർവ്യാഖ്യാനങ്ങളുടെ ഇത്തരം കൈക്രിയകൾ എവിടെയും ദർശിക്കാനാവും. സത്യം പറയുന്നതിനെ തൊട്ട് അവരുടെ നാവുകൾ വിദൂരത്തായിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ പിശാചിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. എന്നാൽ സത്യം എപ്പോഴും തിളങ്ങിക്കൊണ്ടേയിരിക്കും. അതിനെ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഖബർ കെട്ടിപ്പൊക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനമെന്ത്? സ്വഹീഹുൽ ബുഖാരി തന്നെ പറയട്ടെ. ഖാല ഖാരിജത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു റഅയ്തുനി വനഹ്നു ശുബ്ബാനും ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഅന്ന അശദ്ദന വസബതൻ അല്ലദീ യസിബു ഖബറ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു ഹത്താ യുജാവിസുഹു. സ്വഹീഹുൽ ബുഖാരി 181. ഖാരിജത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഞങ്ങൾ യുവാക്കളായിരുന്നു. ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ ഉയരം ചാടിക്കടക്കാൻ കഴിയുന്ന ആളായിരുന്നു അന്ന് ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായി ചാടാൻ കഴിയുന്ന ആൾ. ചാടിക്കടക്കുക എന്ന വാക്കിൻ്റെ ഉദ്ദേശം ഉയരത്താൽ വിട്ടുകടക്കലാണ് എന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയത് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന